നമ്മളങ്ങനെ ഷീലെത്തി ബോട്ടിലേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. തെറിച്ച് മുഖ്യം ഇഷ്ടം എൻ്റെ വായ കിടഞ്ഞു പോയി. നമ്മുടെ ബോട്ട് എവിടെയാണ് വരുന്നത് തപ്പിക്കണ്ടുപിടിക്കണം. എനിക്കിവിടുന്ന് നോർത്ത് ഹാർബറിലാണ് എനിക്ക് ബോട്ട് വരുന്നത്. നോർത്ത് ഹാർബർ എന്ന് പറയുന്നത് അങ്ങറ്റത്താണെന്ന് പറഞ്ഞത്, ഫാർ അവേ. ഓക്കെ, എന്തായാലും ഈ ഐലൻഡിൽ ആദ്യമായിട്ട് വരുവാണ്. അപ്പം ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നടന്നങ്ങ് പോകാമെന്ന് വെച്ചു. എനിക്കെന്തായാലും 11 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ്, അടുത്ത ബോട്ട്. എയർപോർട്ട് അല്ല, നാട്ടിലെ ചുറ്റിയ. ഓക്കെ, ഇവിടുന്ന് എനിക്ക് 11 മണിക്കാണ് അടുത്ത വണ്ടി. അതിനുമുമ്പ് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. കാരണം എംപ്റ്റി സ്റ്റൊമക്കിൽ വണ്ടിക്കകത്ത് കയറരുതെന്നാണ് അറിയാൻ സാധിച്ചത്. എംപ്റ്റി സ്റ്റൊമക്കിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ആകെ ടയേർഡാവും. അപ്പോൾ ചിലപ്പോൾ നല്ലപോലെ വോമിറ്റിങ് ടെൻഡൻസിയൊക്കെ അന്നേരം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം വയറ് നല്ലപോലെ ഫില്ലാക്കി വെക്കണം. ജലദോഷം പിടിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെറിയ പനിയും പനിക്കോളൊക്കെ ആയിരുന്നു. ഓക്കെ, ഞാൻ ഈ ഭാഗങ്ങൾ കാണിച്ചത് എന്നെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറായിരിക്കും. ഓക്കെ, അടുത്ത RTL വരുന്നു. ഇതാണ് RTL കുൽദുഫുഷി ഫെറി ടെർമിനൽ, MTCCC അങ്ങനെ എന്താ കണ്ടാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ പേര്. അതായത് MT എന്ന് ഉദ്ദേശിക്കുന്നത് മാൽദീവ്സ് ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അങ്ങനെ എന്താ കണ്ടാണ് വരുന്നത്. ഓക്കെ, എവിടെ നോക്കിയാലും ഇത് തന്നെയുള്ളൂ, ഈ മണലാണ്. ഇവിടെ കുറേ ടാക്സിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ സമയമുണ്ട്, അതുകൊണ്ട് പിന്നെ ഇച്ചിരി വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല. ഇവിടുത്തെ കടൽ ഇച്ചിരി കൂടെ നല്ല സ്മൂത്താണ്. നോക്കി, നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഓളമൊന്നുമില്ല. നമ്മുടെ ഹാർബറിൽ തന്നെ ഓളമാണ്. പിന്നെ കടലിലിറങ്ങി കുളിക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലം കേട്ടോ. നമുക്കുണ്ട് ഒരു ഇച്ചിരി ചെറിയത്. കുറ്റം പറയുന്നതല്ല, എന്നാലും ഈ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഈ ഐലൻഡ് ഇച്ചിരി കൂടെ വലിപ്പം ഇച്ചിരി നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഐലൻഡാണ് നമ്മുടെ ഐലൻഡിനേക്കാളും. അപ്പം സ്വാഭാവികമായിട്ടും ആണല്ലോ. ഇപ്പോഴത്തല്ല ഓയിൽ ടാങ്കറുകൾ ഇരിപ്പുണ്ട് ഇവിടെ. ഇവിടെ വലിയ ആഴമില്ലാട്ടെ. ഫിഷ് ഇരിക്കുന്നു, ഫിഷ് കണ്ടോ. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ. ഇവിടെ വഴി ഇനി അങ്ങോട്ടില്ല. മണലിലൂടെ നടന്ന ഷൂവിനകത്ത് മൊത്തം മണലായിരിക്കും. അപ്പം കുറച്ച് രീതിയിലൂടെ നടക്കാം. ഒരു നല്ല ഉദ്യാനം, നമ്മുടെ പാർക്കിലൊക്കെ ചെന്ന ഒരു ഫീൽ കേട്ടോ. നോക്കിയേ, ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അടിപൊളി ഫുട്സെല്ല് കളിക്കാനുള്ള, ഫുട്സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈവ്സ് ഇല്ലേ, ഫുട്ബോൾ, അതാണ് ഫുട്സെൽ. അതിൻ്റെ എല്ലാം ഫുട്സെൽ കേട്ടോ. അതിൻ്റെ കോർട്ടും വോളിബോൾ കോർട്ട്, അപ്പുറത്ത് സ്റ്റാൻഡേർഡ് ഫുട്ബോൾ കോർട്ട്. ഇവരുടെ മെയിൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ, വോളിബോൾ, ഇത് രണ്ടുമാണ്. വേറെ ഗെയിംസ് വലിയ ഇവരവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നേരെ ഏതെങ്കിലും ഹോട്ടൽ കാണുക, വയറ് നിറച്ച് ഫുഡ് കഴിക്കുക.